Hi there, I'm Rani. Welcome to my YouTube channel, Lesson of Life. അപ്പോൾ നമ്മൾ ഇന്ന് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു ലെസൺ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുള്ള സെൻറ്റൻസുകളിൽ ഇസോ റാം വന്നാൽ എങ്ങനെയാണത് എളുപ്പത്തിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്, ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ല. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ നമ്മൾ ഇസോർ ആം വന്നാൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളത്. അപ്പം അത് നമ്മളൊരു സിമ്പിൾ, അതായത് ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയാലും ഒരു കോൺവെർസേഷൻ മോഡലായാലും, അതായത് ലൈക്ക് സ്റ്റേറ്റുകാർക്കും CBSEക്കാർക്കും ഒക്കെ ഒരു കോൺവെർസേഷൻ മോഡലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ലെസണിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത് നോക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ ഇസോ റാം വന്നാൽ നമ്മുടെ റൂൾ ഇതാണ്, ഇസോ റാം വന്നാൽ വാസാക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കണക്റ്റിംഗ് വേർഡ് വേണം, ഒരു ലിങ്കിങ് വേർഡ് വേണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു ആസ്ക്ഡ് അല്ലേ, അല്ലെങ്കിൽ എൻക്വയർഡ്. സോ അതുപോലെ തന്നെ ഇവിടെ വേണ്ടത് ദാറ്റ് ഓപ്ഷണലാണ്, ബട്ട് എന്നാലും നമ്മൾ ദാറ്റ് ചേർത്ത് തന്നെ എഴുതുക. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, ഷീ സെഡ് ഐ ആം റീഡിങ് എ നോവൽ. അപ്പം അവൾ പറയുമ്പോൾ ഐ എന്ന് പറയും അല്ലേ. അപ്പം നമുക്ക് നോക്കാം, ആം എന്താക്കി കൊടുത്താൽ മതി, ജസ്റ്റ് വാസ്. നമ്മൾ ടെൻസിന് പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസിലേക്കൊന്നും മാറുന്നൊന്നും പഠിക്കുന്നില്ല, ജസ്റ്റ് യൂസോ റാമിൻ്റെ ചേഞ്ച് പഠിച്ചാൽ അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എഴുതി നോക്കാം. ഷീ സെഡ്, ഇപ്പം എന്ത് ചേർത്ത് കൊടുക്കണം, സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ദാറ്റ് ചേർത്ത് കൊടുക്കണം. ഷീ സെഡ് ദാറ്റ്. ഇനി അവളാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഷീ സെഡ് ദാറ്റ് ഷീ. നമ്മൾ പറയുമ്പോൾ അത് ഷിയ. ഇനി എന്ത് ചെയ്യണം, ഈ ആം നമുക്ക് ജസ്റ്റ് വാസ് ആക്കുക. വാസ് റീഡിങ് എ നോവൽ. ശരി, ഷീ സെഡ് ദാറ്റ് ഷീ വാസ് റീഡിങ് എ നോവൽ. ഒരു സിമ്പിൾ ചേഞ്ച് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അല്ലേ. ഈ സോർ ആം വന്നാൽ വാസ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് ഒക്കെ ഒരു ഹരി സെഡ്. അപ്പോൾ ഹരി ഐ ആം എന്നല്ല പറയുന്നത്, അതായത് ഹിസ് എന്താ പറയുന്നത് നോട്ട് സെയിങ് അബൌട്ട് ഹിംസെൽഫ് അല്ലേ, മരിയെക്കുറിച്ചാണ് പറയുന്നത്. സോ മരിയ ഈസ് വാച്ചിങ് എ മൂവി നൗ. സോ ഇവിടെ നമുക്കൊരു ആഡ്വർബിയൽ ചേഞ്ച് ഉണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ നൗ എന്ന് വരുന്നത് നമ്മൾ പിന്നീടാണ് ഇത് പറയുന്നത് അല്ലേ, ഒരാൾ പറഞ്ഞ കാര്യം പിന്നീടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നൗവിൻ്റെ ചേഞ്ച് നമ്മൾ ദെൻ ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പം നൗ ചേഞ്ച് ചെയ്ത് കൂട്ടത്തിൽ തന്നെ പഠിക്കണം, ദെൻ. ഓക്കെ, സോ നമുക്ക് എഴുതി നോക്കാം. ഹരി സെഡ്, പിന്നെ എന്ത് വേണം, ദാറ്റ്. ഹരി സെഡ് ദാറ്റ്. ഇവിടെ നമുക്ക് മരിയ എന്ന് തന്നെ എഴുതി കൊടുക്കണം, ദാറ്റ് മരിയ ഈസ് എന്താക്കണം, വാസ്. മരിയ വാസ് വാച്ചിങ് എ മൂവി പിന്നെ എന്താവും, ദെൻ. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂസിൽ നമുക്ക് വരാവുന്ന, അതിൽ തന്നെ ചേഞ്ച് വരുന്ന ഒന്നാണ് ഈ നൗ എന്ന് പറയുന്നത്. ചില നമുക്ക് വരാം അറ്റ് ദ മൊമെൻറ്റ്, അല്ലെങ്കിൽ നൗ, റൈറ്റ് നൗ, ഇങ്ങനെയൊക്കെ കാണാം പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ നൗ വരുവാണെങ്കിൽ ദെൻ ആക്കി കൊടുക്കുക. ഓക്കെ, അറ്റ് ദ മൊമെൻറ്റിനൊന്നും ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ മോഡിൽ കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജോയും ആനും തമ്മിലൊരു കോൺവെർസേഷനാണ്. ജോ ആനോട് ചോദിക്കുന്നു, ആർ യു സ്റ്റഡിങ് ഫോർ യുവർ എക്സാംസ്. അപ്പോൾ ആൻ റിപ്ലൈ കൊടുക്കുന്നു, യെസ് ഐ ആം സ്റ്റഡിങ് ഹാർഡ് ദീസ് ഡേയ്സ്. അപ്പം നിങ്ങൾക്കിത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ
ആൻ്റെ റിപ്ലൈ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അപ്പോൾ ആൻ എങ്ങനെ മറുപടി പറയുന്നു എന്നാണ്. അപ്പം നമ്മൾ പഠിച്ചു വച്ചേക്കുന്നത് ആം ആം വന്നാൽ എന്ത് ചെയ്യണം, വാസാക്കി കൊടുക്കണം. അപ്പം ആൻ പറയുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻ മറുപടിയാണ് പറയുന്നത്. സോ ആൻ റിപ്ലൈഡ്, എന്താ ചേർത്ത് കൊടുക്കണം, ദാറ്റ്. ആൻ റിപ്ലൈഡ് ദാറ്റ്. ആനാണ് പറയുന്നത്. സോ ആൻ ഒരു ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് നമ്മൾ ഷീ എന്ന് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ദെൻ ഷീ വാസ് studying hard. അപ്പോൾ ഇത് അവർ പറഞ്ഞ കാര്യം പിന്നീടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ദീസ് എന്നുള്ളതിൻ്റെ അഡ്വർബിയൽ ചേഞ്ച് ഉണ്ട്. സോ നമ്മൾ എന്താക്കി കൊടുക്കണം, ദോസ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇസ് അല്ലെങ്കിൽ ആം വന്നാൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരാൾ പറയുന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണിത്. ആൻ പറഞ്ഞു, ആൻ റിപ്ലൈഡ് ദാറ്റ് ഷീ വാസ് സ്റ്റഡിയിങ് ഹാർഡ് ദോസ് ഡേയ്സ്. ഇങ്ങനെ ഒരു പാർട്ടായിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ് തരുന്ന ഭാഗത്ത് നമുക്ക് ആൻ്റെ റിപ്ലൈ റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറയുന്ന പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രീതിയിലൊരു ഐ ആം സ്റ്റഡിയിങ് ഹാർഡ് ദീസ് ഡേയ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ആൻ റിപ്ലൈഡ് ദാറ്റ് ഷീ വാസ് സ്റ്റഡിയിങ്. സോ നമ്മളിവിടെ ജസ്റ്റ് ചെറിയൊരു ചേഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ആമിന് വാസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ദാറ്റ് ചേർക്കണം. അഡ്വർബൽ ചേഞ്ചസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുന്നതാണ്. സോ ദീസ് വന്നിട്ടുണ്ട്, അത് ദോസാക്കി കൊടുക്കുക. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് we have another conversation and it is between a mother and a son. അപ്പം മദർ ചോദിക്കുന്നു, ആർ യു ഗോയിങ് ടു ദ മാർക്കറ്റ് ടുഡേ? ദെൻ ദ സൺ റിപ്ലൈസ്, യെസ് ഐ ആം പ്ലാനിങ് ടു ബൈ സം വെജിറ്റബിൾസ് ടുഡേ. സോ നമ്മൾ ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ആൻസർ വരുന്ന പാർട്ടാണ്, ക്വസ്റ്റ്യൻ അല്ല, സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ദാറ്റാണ്. പിന്നെ ആഡ്വർബിയൽ ചേഞ്ചസ്, കണക്റ്റിംഗ് വേർഡായിട്ട് ദാറ്റ് വേണം. പിന്നെ എന്തെങ്കിലും ആഡ്വർബിയൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് യെസ് എന്ന അല്ലെങ്കിൽ ഇതേപോലെ നോ എന്നൊക്കെ ഉണ്ട്, അത് നമ്മൾ അങ്ങനെ ആൻസർ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നിരിക്കും. ഇതാണ് ദ സൺ റിപ്ലൈഡ്, യെസ് ആണെങ്കിൽ ഇൻ ദ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ ഇൻ ദ നെഗറ്റീവ്, ഇല്ല അല്ലെ നോ എന്ന് പറയുന്നിടത്ത് അങ്ങനെ തന്നിരിക്കും. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് മാത്രമാണ് ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സൺ എന്താ പറയുന്നത്, നമുക്ക് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് ആം അല്ലെങ്കിൽ ഈസ് വാസാവും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് എഴുതി നോക്കാം. അപ്പം എന്ത് കൊടുക്കും, സൺ റിപ്ലൈഡ്, ഇതുമൊക്കെ ചിലപ്പോൾ തന്നിരിക്കും, ഇൻ ദ പോസിറ്റീവ്, റിപ്ലൈഡ് ഇൻ ദ പോസിറ്റീവ്. അപ്പം നമ്മൾ ഇത്രയും പാർട്ടാണ് എഴുതേണ്ടി വരുള്ളൂ. സോ റിപ്ലൈഡ് ദാറ്റ്, മകൻ അല്ലേ, അപ്പോൾ ഒരു മെയിൽ ജെൻഡർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം, ഹി എന്ന് പറയുന്നത്. അപ്പം ആം എന്താകണം, വാസ്. നമുക്ക് ശരിക്കും ദാറ്റ് ചേർക്കണം, വാസ് ചേർക്കണം. ഇത്രയും ചേഞ്ചസേ ഉള്ളൂ. എന്തെങ്കിലും ആഡ്വർബൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ചേർക്കണം. അപ്പോൾ ഹി വാസ് പ്ലാനിങ് ടു ബൈ സം വെജിറ്റബിൾസ്, ഇതൊന്നും മാറ്റമില്ല. ഇനി ടുഡേ, ഇന്നെന്ന് അവർ അപ്പം പറഞ്ഞതാണ്. ഇത് നമ്മൾ പിന്നീടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതാണ് റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ പ്രത്യേകത. സോ നമുക്ക് ടുഡേക്ക് ഒരു ചേഞ്ച് ഉണ്ട്. അവരന്ന് പറഞ്ഞ കാര്യം നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ടുഡേ നമ്മൾ എന്താക്കി കൊടുക്കണം, ദാറ്റ് ഡേ, അന്ന് എന്ന് നമ്മൾ പറയില്ലേ, യെസ്. സോ സൺ റിപ്ലൈഡ് ദാറ്റ് വാസ് പ്ലാനിങ് ടു ബൈ സം വെജിറ്റബിൾസ് ദാറ്റ് ഡേ. അപ്പോൾ ഇവിടെ യെസ് എന്നോ നോ എന്ന് കണ്ടാൽ ആ ഭാഗം ആൻസറിൽ തന്നിരിക്കും. അതായത് യെസ് എന്നാണ് ഇൻ ദ പോസിറ്റീവ്, റിപ്ലൈഡ് ഇൻ ദ പോസിറ്റീവോ റിപ്ലൈഡ് നോ ആണെങ്കിൽ ഇൻ ദ നെഗറ്റീവ്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ വെറി ചെയ്യണ്ട. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് ഈസോ റാമാണോ വാസാക്കി ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു കോൺവെർസേഷൻ നിങ്ങൾക്കായിട്ട് തരാം, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇവിടെ നമുക്കൊരു കോൺവെർസേഷനാണ്. ബോസ് അരുണിനോട് ഡയറക്റ്റ് അല്ല ചോദിക്കുന്നത്, ബോസ് എറിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഹാസ് എറിൻ കംപ്ലീറ്റഡ് ദ റിപ്പോർട്ട്.
അപ്പോൾ നമുക്ക് ഈ പാർട്ടല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അരുൺ നോ ഷീ ഈസ് സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അനുസരിച്ചിട്ട് ഇസ് എന്താക്കണം, വാസാക്കി കൊടുക്കണം. വേറെ ചേഞ്ചസ് ഒന്നും തന്നെ ഇതിനകത്തില്ല. പിന്നെ നമുക്ക് കണക്റ്റീവായിട്ട് ലിങ്കിങ് വേർഡായിട്ട് ദാറ്റ് ചേർക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ അരുൺ പറയുന്ന ഈ പാർട്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട്, ഈ നോ കൊണ്ട് വെറി ചെയ്യേണ്ട. അരുൺ റിപ്ലൈഡ് ദാറ്റ് എന്ന് മതി. നിങ്ങൾക്ക് ആൻസറിൽ റിപ്ലൈഡ് ഇൻ ദ നെഗറ്റീവ് എന്ന് കാണും. ഓക്കെ, സോ അരുൺ റിപ്ലൈഡ് ദാറ്റ്, ആ ഒരു പാർട്ട് മാത്രം ആൻസർ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം സീ ഇൻ ദ നെക്സ്റ്റ് ലെസൺ. ബൈ.